ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യുക്കെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന യുക്കെയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള റവാൻഡ ബില്ലിനെ കുറിച്ചാണ്. റവാൻഡ ബില്ല് ആരെയൊക്കെയാണ് എഫക്ട് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യുക്കെയിലേക്ക് വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണ് റവാൻഡ ബിൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് നല്ലൊരു ജോലി തേടി അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് യുക്കെയിലേക്ക് വരുന്ന മീൻസ് ഇല്ലീഗലായിട്ട് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം എല്ലാ വർഷവും കൂടിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കണക്ക് പ്രകാരം ഏകദേശം 2022 മാത്രം 8,000-ഓളം ആളുകളാണ് ഇല്ലീഗലായിട്ട് യുക്കെയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ കണക്കുകൾ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. എന്തായാലും ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ടും ഇല്ലീഗലായിട്ട് യുക്കെയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് റവാൻഡ ബിൽ യുകെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഏതാണ്ട് 2022 തന്നെ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുകയും അതിനുശേഷം ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കും ഒരുപാട് വട്ടം ഹോൾഡ് ചെയ്തതിന് ശേഷം റീസെന്റ് കഴിഞ്ഞ ദിവസമാണ് ഈ ബില്ലിന് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഇവിടുത്തെ രാജാവിന്റെ സൈൻ കിട്ടുന്നതോടുകൂടി ആ ബില്ല് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഒരു ബില്ല് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മലയാളികളെ ഇന്ത്യക്കാരെ അഫക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇല്ലീഗൽ ആയിട്ട് യുക്കെയിലേക്ക് എത്തുന്ന മൈഗ്രൻസിനെ ആഫ്രിക്കൻ രാജ്യമായ റവാൻഡയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന ബില്ലാണ് റവാൻഡ ബിൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചെറിയ ബോട്ടുകളിൽ യുക്കെയിലേക്ക് എത്തുന്ന മൈഗ്രൻസ് ആണ് കൂടുതലും ഈ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളത്. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടക്കം ഒരുപാട് ആളുകൾ ഇത്തരത്തില് മൈഗ്രൻസ് ആയിട്ട് യുക്കെയിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയുടെ പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് പല പല മാർഗങ്ങളിലൂടെ ചെറിയ ചെറിയ ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് യുക്കെയിലേക്ക് എത്തിയിട്ടുള്ളത്. അവരെ എല്ലാവരെയുമാണ് ഇപ്പം ഈ ഒരു റവാൻഡ ബില്ലിലൂടെ റവാൻഡ എന്ന രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. വൺസ് അവർ റവാൻഡയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അസൈലം ക്ലെയിമിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയും യുകെ അവർക്ക് ഈ റവാൻഡ എന്ന് പറയുന്ന രാജ്യത്ത് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഫിനാൻഷ്യൽ ഫണ്ടിങ്ങും ചെയ്യുമെന്നാണ് ഈ ഒരു റവാൻഡ ബിൽ അനുസരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും റവാൻഡ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഈ റെഫ്യൂജികളെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് എമൗണ്ട് യുകെ ഗവൺമെന്റ് ചെലവാക്കുന്നുണ്ട്. സത്യത്തിൽ അവരെ യുകെയിൽ നിലനിർത്തുന്നതിന് അത്രയും ഇവരുടെ റവാൻഡയിലേക്ക് അയക്കുന്ന അത്രയും ചെലവില്ല എന്നും ഇത് ഫണ്ട് തട്ടാനായിട്ടുള്ള ഒരു അടവാണെന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ ഈ ഒരു പദ്ധതിക്കെതിരുള്ള ഈ ഒരു സ്കീമിനെതിരുണ്ടായിരുന്ന ആക്ഷേപങ്ങളെങ്കിലും ഇപ്പോൾ അതെല്ലാം മറികടന്നിട്ടാണ് ഈ ഒരു റവാൻഡ ബിൽ ഇപ്പോൾ നിയമമായി മാറിയിരിക്കുന്നത്. തുടക്കത്തിൽ ഏകദേശം 200 പേരെയായിരുന്നു ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇപ്പം ആ നമ്പർ ഏകദേശം 2000-അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. റവാൻഡയുമായിട്ടാണ് ഇപ്പം ഈ ഒരു പദ്ധതിക്ക് ധാരണയെങ്കിലും മറ്റ് 3 രാജ്യങ്ങൾ കൂടി ഈ ഒരു പദ്ധതിയിൽ അംഗമാകാനായിട്ട് അല്ലെങ്കിൽ ഇതിനോട് ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നുണ്ട്. സോ ഈ ഒരു 2000 എന്നുള്ള നമ്പർ ഇനിയും കൂടാൻ മാത്രമാണ് സാധ്യതകൾ കാണുന്നത്. വിത്തിൻ 2 വീക്സ് ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് യുകെയിൽ എത്തിയ മൈഗ്രൻസുമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് റവാൻഡയിലേക്ക് പോകും എന്നാണ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞിട്ടുള്ളെങ്കിലും ഏകദേശം ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തോടു കൂടി ഇത്തരത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് റവാൻഡയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റവാൻഡ എന്ന് പറയുന്ന രാജ്യം ഇതിനോട് ഫുൾ കോപ്പറേറ്റീവ് ആണ്. അവിടെ എപ്പോൾ ആളുകൾ ചെന്നാലും അവർ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് ആളുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അസൈലങ്ങളും കാര്യങ്ങളും അവർക്കുള്ള എല്ലാ ഫെസിലിറ്റിയും റെഡി ആയിട്ടുണ്ടെന്നാണ് റവാൻഡയിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്, ന്യൂസിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. മാത്രമല്ല റവാൻഡ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിൽ റെഫ്യൂജി സ്റ്റാറ്റസിൽ റെഫ്യൂജികളായിട്ട് എത്തുന്ന ആളുകൾ വൺസ് അവിടുത്തെ റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി അവിടെ പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ എഡ്യൂക്കേഷൻ, അവിടെ ജോലി നോക്കാനായിട്ട് തുടങ്ങിയ എല്ലാ സൗകര്യവും റവാൻഡ ഗവൺമെന്റും ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് റവാൻഡ എന്നൊരു ചോദ്യം എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ശരിക്കും റവാൻഡ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവിടുത്തെ ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള രാജ്യമാണ്. കമ്പാരിറ്റീവ്ലി ക്രൈം റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. മാത്രമല്ല യുണൈറ്റഡ് നേഷൻസ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള, എസ്പെഷ്യലി യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള റെഫ്യൂജികളായിട്ടുള്ളവരെ ഏകദേശം 1,35,000 ആളുകളെ ഓൾറെഡി റവാൻഡ എന്ന് പറയുന്ന ഈ രാജ്യത്ത് പാർപ്പിച്ചിട്ടുണ്ട്. സോ ആ ഒരു കണക്കുകളുടെ ബലത്തിൽ കൂടിയാണ് റവാൻഡയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ വരികയും അല്ലെങ്കിൽ റവാൻഡ മുന്നോട്ട് വരികയും ഇത്തരത്തിലുള്ള റെഫ്യൂജികൾക്ക് അവിടെ പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ അവസരം കൊടുക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ അവർക്ക് ഓൾറെഡി ഈ റെഫ്യൂജികളെ സ്വന്തം രാജ്യത്തിലോട്ട് വെൽക്കം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ്. ശരിക്കും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റിയിട്ടാണ് ഇത്തരത്തിലെ ഇല്ലീഗലായിട്ട് മൈഗ്രൻസിനെ ബോട്ടുകളിലും മറ്റുമായിട്ട് യുകെയിലെ പല ഭാഗങ്ങളിലേക്ക് കടത്തിവിടുന്ന ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിൽ യാതൊരു സേഫ്റ്റിയും ഇല്ലാണ്ടാണ് മിക്കവാറും
ഇത്തരം ഏജൻസികൾ ആളുകളെ UK കടത്തിവിടുന്നതും ഒരുപാട് ആളുകളെ കപ്പലിൽ വെച്ച് അല്ലെങ്കിൽ കടലിൽ വെച്ചിട്ട് ആക്സിഡന്റ് പറ്റിയൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം ന്യൂസ് ആയിട്ടെല്ലാം പുറത്തു വന്ന് വലിയ വലിയ വാർത്തകൾക്ക് വഴിവെച്ചതുമാണ്. സോ ഇതിന്റെ എല്ലാത്തിൻ്റെയും പുറത്തും പിന്നെ ഒരു UK സെക്യൂരിറ്റിയും ആഭ്യന്തര സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ ഒരു റവാണ്ട ബിൽ UK ഗവൺമെന്റ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളതും അത് പാസ്സായിട്ടുള്ളതും. ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമൊന്നുമല്ല UK. ഇതിനു മുമ്പും ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. UK അതിപ്പോൾ ഫോളോ ചെയ്യുന്നത് മാത്രം. അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾക്ക് അവർക്കത് കറക്റ്റ് എന്ന് തോന്നിയ കാര്യം അവർ ചെയ്യുന്നതാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത്. നമ്മളിപ്പോൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ നിയമങ്ങൾ അനുശാസിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. സോ ലീഗലായിട്ട് ഇവിടെ താമസിക്കാൻ അനുവാദമുള്ളവർ മാത്രമേ ഇവിടെ നിൽക്കട്ടെ, അല്ലാത്തവർ പുറത്തു പോകട്ടെ എന്നാണ് ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ബില്ല് കൊണ്ട് ലീഗലായിട്ട് UK വന്ന ഒരാൾക്കും ഒരു പ്രശ്നവും വരില്ല. അതുകൊണ്ട് തന്നെ ലീഗലായിട്ട് ഇവിടെ നിൽക്കുന്ന നമ്മൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കൊന്നും ഈ ഒരു ബില്ല് കൊണ്ട് യാതൊരു പ്രശ്നവും വരുന്നതല്ല. പക്ഷേ ഇപ്പം കുറച്ചൊരു കൺഫ്യൂഷൻസ് എസ്പെഷ്യലി നമ്മുടെ പല കെയർ ഹോമുകളുടെയും COS കൊടുക്കാനുള്ള ലൈസൻസ് കട്ടായി പോയിട്ടുണ്ട്. സോ അങ്ങനെ COS നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ബില്ലുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവരെ ഈ ഒരു ബില്ല് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നത് കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഗലായിട്ട് UK നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബില്ല് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. നിങ്ങൾ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ UK വന്ന ആളുകളാണെങ്കിൽ മാത്രമേ ഈ ബില്ല് നിങ്ങളെ ബാധിക്കത്തുള്ളൂ. സോ ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു റവാണ്ട ബിൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ബില്ലിന്റെ പേരിൽ നമ്മൾ മലയാളികൾ അല്ലെ കെയർ ഹോം വർക്കേഴ്സിന്റെ COSുമായിട്ടുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.